Hi all, welcome to Daily News Analysis. Today is 11th January 2025. Let's look the main headlines. Forging leadership with India's youth power. GS3 ടോപ്പിക്കാണ്. അതുപോലെ നമ്മൾ ഇതിന്റെ GS4 പെർസ്പെക്റ്റീവ്സും അനലൈസ് ചെയ്യും. India's journey so far on the AI military bandwagon. GS3 ടോപ്പിക്കാണ്. മെയിൻസ് ക്വസ്റ്റ്യനും നമ്മൾ ഒരെണ്ണം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സമയം കളയാതെ മുൻപോട്ട് പോകാം. ഫോർജിങ് ലീഡർഷിപ്പ് വിത്ത് ഇന്ത്യാസ് യൂത്ത് പവർ. ഞാൻ പറഞ്ഞു GS3 ഒരു പോപ്പുലേഷൻ ഡെമോഗ്രാഫിക്സുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അതിനുപരി ഇതൊരു GS4 ടോപ്പിക്കാണ്. അതായത് ഒരു എത്തിക്സ് പേഴ്സ്പെക്റ്റീവിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പൊ ഈ ആർട്ടിക്കിളിൽ പറയുന്നത് ദ ആർട്ടിക്കിൾ ഡിസ്കസസ് ദ നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ ഹെൽഡ് ആനുവലി ഓൺ January 12th, coinciding with the birth anniversary of സ്വാമി വിവേകാനന്ദ. നാളെയാണ് ജനുവരി 12-ാം തീയതി സ്വാമി വിവേകാനന്ദന്റെ ബർത്ത് ആനിവേഴ്സറിയാണ്. ആ ദിവസമാണ് എന്താണ് ആനുവലി നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ നടത്തി വരുന്നത്. അപ്പം ഞാൻ ഡെമോഗ്രാഫിക്സുമായിട്ട് റിലേറ്റ് ചെയ്തതിന്റെ കാര്യം ഇന്ത്യയുടെ യൂത്ത്, ആ ഒരു യൂത്ത് പോപ്പുലേഷന്റെ ഇമ്പോർട്ടൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്നത്. സോ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കൂടാതെ ഈ ഫെസ്റ്റിവലിന്റെ ഈ വർഷത്തെ തീം നമ്മൾ യൂത്ത് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അലൈനിങ് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് ടു ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDGs. അപ്പൊ അതുമായിട്ട് അലൈൻ ചെയ്തിട്ട് നമ്മുടെ തീമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന യൂത്ത് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഈ പോയിന്റ് ഓഫ് വ്യൂ പ്രിലിംസിലും നമ്മൾ ഇതൊന്ന് നോക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആ യൂത്ത് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, January 12th നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ, സ്വാമി വിവേകാനന്ദ, ഈ ഒരു ടേംസ് ഒക്കെ നിങ്ങൾ പ്രിലിംസിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ കീ പോയിന്റ്സ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവിനെ പറ്റി. ഇതൊരു പുതിയ ഇനിഷ്യേറ്റീവ് ആണ്. ടു എൻഗേജ് ആൻഡ് എംപവർ യങ് മൈൻഡ്സ് ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ടുവേർഡ് ബിക്കമിങ് എ ഡെവലപ്ഡ് നേഷൻ. വികസിത് ഭാരത്, അപ്പൊ നമ്മളിപ്പോ കേൾക്കുന്നതാ 2047 ആകുമ്പോഴേക്കും ഒരു വികസിത് ഭാരത് അല്ലെങ്കിൽ ഡെവലപ്ഡ് നേഷനിലേക്ക് എത്തിച്ചേരും. അപ്പൊ അതിന്റെ പ്രോഗ്രസ് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അതെ, യങ് മൈൻഡ്സിനെ എൻഗേജ് ചെയ്യുന്നതും എംപവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ആണ് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് എന്ന് പറയുന്നത്. ഈ ഡയലോഗില് 4 സ്റ്റേജ് ആയിട്ട് പല കോമ്പറ്റീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ക്യൂസ് ഉണ്ട്, എസ്സേ ഓർ ബ്ലോഗ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്, വിഷൻ പിച്ച് ഡെസ്ക് എന്ന് പറഞ്ഞാൽ ഇന്നവേറ്റീവ് ഐഡിയാസിനെ പിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇന്നവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് അത് കണ്ടെത്തുന്ന ഒരു മത്സരമാണ്. അത് സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പൻസ് പ്രസന്റ് ചെയ്യും. ആ രീതിക്കുള്ള വിഷൻ പിച്ച് ഡെസ്ക് എന്ന് പറയുന്നത്. പിന്നെ നാഷണൽ ചാമ്പ്യൻഷിപ്പ്, ഫൈനലിസ്റ്റ് എന്ത് ചെയ്യും, അവരുടെ സൊല്യൂഷൻസ്, അതായത് നമ്മുടെ കുറച്ച് ചിലപ്പോൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഈ ഹാക്കത്തോൺ, ഐഡിയത്തോൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഓരോ പ്രോബ്ലംസ് എടുത്തിട്ട് സൊസൈറ്റിയെ നേരിടുന്ന അല്ലെങ്കിൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പ്രോബ്ലംസ് എടുത്തിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള സൊല്യൂഷൻസ്, ഐഡിയാസ് പ്രസന്റ് ചെയ്യും. അത് പിച്ച് ചെയ്യും. നല്ല സൊല്യൂഷൻസ് ഒക്കെ എന്താ, അത് നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള സൊല്യൂഷൻസ് ആണെങ്കിൽ അതൊക്കെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്ക് അതിന് ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന വിധത്തിലുള്ളതാണ് ഈ വിഷൻ പിച്ച് ഡെസ്കും അതുപോലെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടത്തുന്നത്. പല പ്രോഗ്രാംസ് തന്നെ. പിന്നെ കൂടാതെ ഈ ഫെസ്റ്റിവലിന്റെ ഹൈലൈറ്റ് ആയിട്ട് വർക്ക്ഷോപ്പും പാനലുകളും നടത്തും. ലീഡർഷിപ്പ് ആളുകളുടെ കൂട്ടാനും പിന്നെ അതുപോലെ ഡിജിറ്റൽ ഓൺടർപ്രന്യൂർഷിപ്പ്, സസ്റ്റൈനബിൾ ലിവിങ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി കുറേയധികം വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യും. പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് സെലിബ്രേറ്റിംഗ് ഇന്ത്യാസ് ഹെറിറ്റേജ് ത്രൂ മ്യൂസിക്, ഡാൻസ്, ഫോക്ക് ആർട്ട്, ഇതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൾച്ചറൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. പിന്നെ കൂടാതെ ടെക് ആൻഡ് ഇന്നോവേഷൻ ഷോക്കേസസ്, യങ് ആയിട്ടുള്ള ഇന്നോവേറ്റേഴ്സിന് അവരുടെ ചലഞ്ചസ്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഐഡിയത്തോൺ, ഹാക്കത്തോൺ എന്നൊക്കെ പറയുന്ന പോലെ ഹെൽത്തിലെ, എഡ്യൂക്കേഷനിലെയും പല സെക്ടേഴ്സിലെയും പ്രോബ്ലംസ് എടുത്തിട്ട് അതിന്റെ സൊല്യൂഷൻസ് ഷോക്കേസ് ചെയ്യാനുള്ള ഒരു അവന്യൂ ക്രിയേറ്റ് ചെയ്യും. യൂത്ത് ലീഡർ എൻഗേജ്മെന്റ്, അപ്പം യുവാക്കൾക്ക് ഗവൺമെന്റ് ലീഡേഴ്സുമായിട്ടും അതുപോലെ തന്നെ ബിസിനസ് ലീഡേഴ്സുമായിട്ടും അതായത് അക്കാഡമിക്, ചിലപ്പം അക്കാഡമിക്സിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളും ഒക്കെ ആയിട്ട് ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉള്ള ഫെസിലിറ്റീസും ഒരുക്കും. പിന്നെ കൂടാതെ അവാർഡും റെക്കഗ്നീഷനും യങ് ആയിട്ടുള്ള എക്സെപ്ഷണൽ യങ് ലീഡേഴ്സിനെയും ഇന്നോവേറ്റേഴ്സിനെയും ഒക്കെ ഓണറും ചെയ്യും.
പിന്നെ ഇൻക്ലൂസിവിറ്റി ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, വെർച്വൽ പാർട്ടിസിപ്പേഷൻ enables youth from remote areas to join discussions, വർക്ക്ഷോപ്സ് ആൻഡ് ഷോക്കേസ് ദർ ടാലൻസ് ഓൺലൈൻ. അപ്പം നേരിട്ട് എത്തിയില്ലെങ്കിൽ പോലും ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്തുവാ, വീട്ടിലിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും റിമോട്ട് ഏരിയാസ് ഇരുന്നുകൊണ്ട് കൊണ്ട് തന്നെ ഈ ഡിസ്കഷൻസിലും വർക്ക്ഷോപ്പിലൊക്കെ ജോയിൻ ചെയ്യാനോ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഒക്കെ അവസരങ്ങൾ കൊടുക്കും. റോൾ ഓഫ് മേര യുവ ഭാരത്, മൈ ഭാരത്, ഇതൊരു ഓർഗനൈസേഷൻ ആണ്. പ്രിലിംസി ഇമ്പോർട്ടന്റ് ആണ്. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്, അതിന്റെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് മേര യുവ ഭാരത് എന്ന് പറയുന്നത്, മൈ ഭാരത്. അവരെന്താ ചെയ്യുന്നത്? ദേ എംപവേഴ്സ് യൂത്ത് ബൈ പ്രൊവൈഡിങ് റിസോഴ്സസ്, മെന്റർഷിപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ നേഷൻ ബിൽഡിംഗ്. അപ്പൊ യുവാക്കൾക്ക് കുറേയധികം റിസോഴ്സ് കൊടുക്കും, മെന്റർഷിപ്പ് കൊടുക്കും, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. അതിലൂടെ എന്താ വാർത്തെടുക്കുന്ന ഒരു നേഷൻ ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യുക. അതായത് രാജ്യത്തിന് ഉതകുന്ന വിധത്തിൽ യൂത്തിനെ എംപവർ ചെയ്യുക, രാജ്യത്തിന്റെ പുരോഗതിക്കും രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനും നേഷൻ ബിൽഡിങ്ങിന് വേണ്ടി യൂത്തിനെ എംപവർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് മൈ ഭാരത് എന്ന് പറയുന്നത്. അത് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ഓൾസോ ഫെസിലിറ്റേറ്റ്സ് ഡിജിറ്റൽ എൻഗേജ്മെന്റ് ആൻഡ് സപ്പോർട്ട്സ് യൂത്ത് ലെഡ് ഇനിഷ്യേറ്റീവ്സ് ടു സോൾവ് സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ചാലഞ്ചസ്. അപ്പൊ എന്താ, ഡിജിറ്റൽ എൻഗേജ്മെന്റിനെ കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യും. അതിലൂടെ യൂത്ത് ലെഡ് ഇനിഷ്യേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമാണ്. അതായത് ആ ഹാക്കത്തോൺ മുതലായ മത്സരങ്ങളിലൂടെ അവർക്കൊരു സപ്പോർട്ടും കാര്യങ്ങളും, സപ്പോർട്ട് സിസ്റ്റം കൊടുക്കും. എന്തിനാ? നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റിയിലെ സോഷ്യലും അതുപോലെ ടെക്നോളജിക്കലും ആയിട്ടുള്ള ചലഞ്ചസിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം നമ്മുടെ യുവാക്കൾക്ക് കൊടുക്കും. വിഷൻ ഫോർ ഇന്ത്യസ് ഫ്യൂച്ചർ. The festival aims to harness the energy and creativity and leadership of India's youth to achieve a developed India. അപ്പം നമ്മൾ ഈ ഫെസ്റ്റിവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതിന്റെ എയിം എന്താ? എയിം എന്ന് പറഞ്ഞാൽ ആ യുവാക്കളിലെ, ഇന്ത്യയുടെ യുവാക്കളിലെ ആ എനർജിയും ക്രിയേറ്റിവിറ്റിയും ലീഡർഷിപ്പും എല്ലാം പ്രയോജനപ്പെടുത്തുക, നമ്മളൊരു ഡെവലപ്ഡ് ഇന്ത്യ ആയി മാറാൻ വേണ്ടി. അപ്പൊ അതാണ് ഈ ഫെസ്റ്റിവലിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് എന്ത് ഫെസ്റ്റിവൽ ആണ് നടക്കുന്നത്? നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ ആണ്. ആനുവലി ഇത് നടക്കുന്നതാണ് ജാനുവരി 12th. ഇതിന്റെ എന്തുകൊണ്ടാണ് ഇത് ആചരിക്കുന്നത്? ടു സെലിബ്രേറ്റ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് സ്വാമി വിവേകാനന്ദ. ഈ വർഷത്തെ തീമാണ് യൂത്ത് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. പിന്നെ നമ്മൾ ഓരോ ഇനിഷ്യേറ്റീവ്സ് നമ്മൾ നടത്തുന്ന ഈ ഇതിൽ ഉള്ള മത്സരങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ കൂടാതെ ഓർഗനൈസേഷൻ മൈ ഭാരത് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇതിന്റെ വിഷനെ കുറിച്ചും പറഞ്ഞു. ഇത് എന്തിൽ നിന്നാണ് ഇൻസ്പയർ ചെയ്തേക്കുന്നത്? ഓഫ് കോഴ്സ് സ്വാമി വിവേകാനന്ദ എന്നായിരിക്കും. ഇൻസ്പയർഡ് ബൈ സ്വാമി വിവേകാനന്ദാസ് ബിലീഫ് ഇൻ ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് യങ് മൈൻഡ്സ്. അപ്പം സ്വാമി വിവേകാനന്ദൻ എന്തിലായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നത്? യുവാക്കൾക്ക്, യുവജനങ്ങളുടെ ആ മനസ്സിന് എന്താ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഉണ്ട്. അതില് സ്വാമി വിവേകാനന്ദൻ വിശ്വസിച്ചിരുന്നു. ദ ഇനിഷ്യേറ്റീവ് അണ്ടർസ്കോഴ്സ് ദ വൈറ്റൽ റോൾ ഓഫ് യൂത്ത് in shaping a brighter future for the nation. അപ്പം യൂത്തും നേഷൻ ഡെവലപ്മെന്റും ആയിട്ട് കണക്ട് കൊണ്ടാണ് ഈ ഇനിഷ്യേറ്റീവ്സ് എല്ലാം മുന്നോട്ട് പോകുന്നത്. കൺക്ലൂഷൻ ആയിട്ട്, the National Youth Festival and the Vikasit Bharat initiatives inspire India's youth to actively contribute to the country's progress and become drivers of change for a better tomorrow. ഒരു നല്ല നാളേക്ക് വേണ്ടി ആ ചേഞ്ചിന്റെ ഒരു ഡ്രൈവേഴ്സ് ആവാൻ വേണ്ടി, അതായത് ആ ചേഞ്ചിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, നയിക്കുന്ന, ആ മാറ്റത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അതിലൂടെ ഒരു നല്ല നാളെ സൃഷ്ടിക്കുന്ന കുറേയധികം യുവാക്കളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന നമ്മൾ ഈ ഇനിഷ്യേറ്റീവ്സ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ ആ ഒരു എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, അതായത് എത്തിക്സ്, GS4 എത്തിക്സ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് സ്വാമി വിവേകാനന്ദൻ, അതായത് അത് സിലബസിന്റെ ഒരു ഭാഗമാണല്ലോ, ഇന്ത്യാസ് പൊളിറ്റിക്കൽ തിങ്കേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യാസ് ഫിലോസഫിക്കൽ തിങ്കേഴ്സിനെ കുറിച്ച്, ഫിലോസഫിക്കൽ തിങ്കേഴ്സ്, പൊളിറ്റിക്കൽ അല്ല, സോറി, ഫിലോസഫിക്കൽ തിങ്കേഴ്സിനെ കുറിച്ച് നമ്മൾ എപ്പോഴും GS4 കാണുന്നതാണ്. അതിൽ പല ടൈപ്പ് ഓഫ് തിങ്കേഴ്സിനെ നമ്മൾ പഠിക്കുന്ന, ഫിലോസഫിക്കൽ തിങ്കേഴ്സിനെ. അപ്പൊ അത് നമ്മുടെ സിലബസിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, മെയിൻസിനകത്ത്. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് സ്വാമി വിവേകാനന്ദയെ ഒന്ന് കാണാം. സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്നത് വാസ് ബോൺ നരേന്ദ്രനാഥ് ദത്ത.
അങ്ങനെയാണ് ജനിച്ചപ്പോൾ ഉള്ള ആ ഒരു നാമം എന്ന് പറയുന്നത്. ഓൺ 12th January 1863 അദ്ദേഹം ഒരു മോങ്ക് ആയിരുന്നു. അദ്ദേഹം രാമകൃഷ്ണ പരമഹംസയുടെ ഒരു ഡിസിപ്പിൾ ആയിരുന്നു, ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഹി ഇൻട്രഡ്യൂസ്ഡ്, അല്ലെങ്കിൽ ഡിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫോളോവർ. ഓക്കെ, ഹി ഇൻട്രഡ്യൂസ്ഡ് ഇന്ത്യൻ ഫിലോസഫീസ് ഓഫ് വേദാന്ത ആൻഡ് യോഗ ടു ദ വെസ്റ്റേൺ വേൾഡ്. അപ്പം ഇദ്ദേഹമാണ് വേദാന്ത അല്ലെങ്കിൽ യോഗ, നമ്മൾ ഹിസ്റ്ററിക്കകത്ത് GS1 ഇത് പഠിക്കുന്നതാ അല്ലെ? പല ടൈപ്പ് ഓഫ് യോഗാസിനെ കുറിച്ച് എത്തിക്സിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ക്ലാസ്സസ് ഈ വേദാന്ത ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച് നമ്മൾ ഫിലോസഫിക്കൽ തോട്ടിനെ ഒക്കെ കുറിച്ച് GS1 നമ്മൾ കാണുന്ന കൾച്ചറിനകത്തൊക്കെ. അപ്പൊ ഇതൊക്കെ വെസ്റ്റേൺ വേൾഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മഹാനായിരുന്നു നമ്മുടെ സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് റേസിംഗ് ഇന്റർഫെയ്ത്ത് അവയർനെസ്. അപ്പൊ ഇന്റർഫെയ്ത്ത് അവയർനെസ് റേസ് ചെയ്യുക, അതിലൊക്കെ ഒരു അവയർനെസ് കൊടുക്കുക, ഇന്റർഫെയ്ത്ത് അവയർനെസ്. ഓക്കെ, bringing Hinduism to the world stage during the late 19th century. അപ്പം 19th സെഞ്ചുറിയുടെ അവസാന കാലത്ത് ഹിന്ദുയിസത്തിനെ ലോകത്തിലേക്ക് തുറന്നു കാട്ടുക, പിന്നെ അതുപോലെ ഇന്റർഫെയ്ത്ത് അവയർനെസ്, മറ്റുള്ള വിശ്വാസങ്ങളിലുള്ള ഒരു അവയർനെസ്, അത് വെസ്റ്റേൺ വേൾഡിലേക്കൊക്കെ പകർന്നു കൊടുക്കുക, അതൊക്കെ നമ്മുടെ ഈ സ്വാമി വിവേകാനന്ദ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. വേദാന്ത എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഉപനിഷത്സ് ആൻഡ് ദർ ഇന്റർപ്രിട്ടേഷൻ. ഇത് മെയിൻ ആയിട്ട് നമ്മൾ GS1 ആർട്ട് ആൻഡ് കൾച്ചറൽ സാർമാരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേസിക് ആൻഡ് ഒരു സോളിഡ് ഫൗണ്ടേഷൻ നമുക്ക് അവിടെ കിട്ടിക്കാണും. ഇല്ലെങ്കിൽ നമുക്കൊരു ഇത് നോക്കാം എന്താ കാര്യം. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഉപനിഷത്സ് ആൻഡ് ദർ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ഉപനിഷത്തുമായിട്ട് ബന്ധപ്പെടുത്തി, അതുപോലെ ഇന്റർപ്രിട്ടേഷൻ, അതിന്റെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വേദാന്ത എന്ന് പറയുന്ന ഒരു ഫിലോസഫി വർക്ക് ചെയ്യുന്നത്. its aim was to enquire about ബ്രഹ്മൻ എന്ന് പറഞ്ഞാല് അൾട്ടിമേറ്റ് റിയാലിറ്റി അർത്ഥം. അപ്പം വിച്ച് വാസ് ദ സെൻട്രൽ കൺസെപ്റ്റ് ഓഫ് ഉപനിഷത്തിന്റെ ഒക്കെ ഒരു സെൻട്രൽ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത് ഈ അൾട്ടിമേറ്റ് റിയാലിറ്റി, അല്ലെങ്കിൽ ബ്രഹ്മൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ, അൾട്ടിമേറ്റ് റിയാലിറ്റി. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അൾട്ടിമേറ്റ് റിയാലിറ്റിയെ കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ, ഇതൊക്കെയാണ് ഉപനിഷത്തിനകത്തെ ബ്രഹ്മൻ എന്നാണ് അത് പറയുന്നത്. അപ്പൊ ആ ഒരു ബ്രഹ്മനെ എൻക്വയറി ചെയ്യാൻ, അതിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് നമ്മുടെ ഈ ഉപനിഷത്തിന്റെ ഒരു സെൻട്രൽ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. വേദ ആസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അപ്പം വേദങ്ങളെയാണ് ഒരു അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് കാണുന്നത്. ആൻഡ് ഹൂസ് അതോറിറ്റി കുഡ് നോട്ട് ബി ക്വസ്റ്റ്യൻഡ്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല അതിന്റെ അതോറിറ്റിയെ. ഇറ്റ് എംഫസൈസ്ഡ് ഓൺ പാത്ത് ഓഫ് നോളജ്, അതിനെയാണ് ജ്ഞാന എന്ന് വിളിക്കുന്നത്, ആസ് ഒപ്പോസ്ഡ് ടു ദാറ്റ് ഓഫ് സാക്രിഫൈസ്. അപ്പൊ ആ ഒരു ജ്ഞാനം, അതിനാണ് കൂടുതൽ പ്രാധാന്യം എംഫസൈസ് കൊടുത്തിരിക്കുന്നത്, ആസ് ഒപ്പോസ് ടു ദാറ്റ് ഓഫ് സാക്രിഫൈസ്. കർമ്മത്തിനേക്കാൾ കൂടുതൽ ജ്ഞാനത്തിന് അതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് വേദത്തിന്റെ ഒരു വേദത്തിനെയാണ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് കാണുന്നത്. അതിന്റെ അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. അൾട്ടിമേറ്റ് എയിം ഓഫ് നോളജ്, ഇനിയിപ്പം നമ്മൾ പറഞ്ഞു എംഫസൈസ് ചെയ്യുന്ന പാത്ത് ഓഫ് നോളജിലാണ് എംഫസൈസ് കൊടുക്കുന്നത്. അപ്പം തന്നെ അൾട്ടിമേറ്റ് എയിം ഓഫ് നോളജ് എന്തുവാ, അത് എന്തിനു വേണ്ടിയാണ് നോളജ് അക്വയർ ചെയ്യുന്നത്? വാസ് മോക്ഷ. അതിന്റെ എയിം എന്ന് പറഞ്ഞാൽ മോക്ഷയാണ്. ദാറ്റ് ഈസ് ലിബറേഷൻ ഫ്രം ദ സംസാര, അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ ഈ പ്രസന്റ് വേൾഡിൽ നിന്നുള്ള ഒരു ലിബറേഷൻ, അതാണ് ആ മോക്ഷ എന്ന് പറയുന്നത്. ഹി എസ്റ്റാബ്ലിഷ്ഡ് രാമകൃഷ്ണ മിഷൻ ഇൻ 1987. 1987 രാമകൃഷ്ണ മിഷൻ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂലും കൂടെ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ്. നെയിംഡ് ആഫ്റ്റർ ഹിസ് ഗുരു, ആരാന്ന് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു, സ്വാമി രാമകൃഷ്ണ പരമഹംസ. അതിൽ നിന്നാണ് രാമകൃഷ്ണ മിഷൻ എന്നുള്ള ഒരു പേര് വരുന്നത്. 1987 അദ്ദേഹം ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഡ് എക്സ്റ്റെൻസീവ് എഡ്യൂക്കേഷണൽ ആൻഡ് ഫിലാന്ത്രോപ്പിക് വർക്ക് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയില് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ രാമകൃഷ്ണ മിഷൻ ഒത്തിരിയധികം എഡ്യൂക്കേഷണൽ ആയിട്ടും ഫിലാന്ത്രോപ്പിക് ആയിട്ടുള്ള വർക്കൊക്കെ ഇന്ത്യ ചെയ്തിട്ടുണ്ട്. ഹി ഓൾസോ റെപ്രസെന്റഡ് ഇന്ത്യ ഇൻ ദ ഫസ്റ്റ് പാർലമെന്റ് ഓഫ് റിലീജിയൻ ഹെൽഡ് ഇൻ ഷിക്കാഗോ, US ഇൻ 1893. ഇത് നമ്മൾ ലോക പ്രശസ്തമാണ്, സർവമത സമ്മേളനം എന്നൊക്കെ പറയുന്നത്. ഫസ്റ്റ് പാർലമെന്റ് ഓഫ് റിലീജിയൻ ഷിക്കാഗോയിൽ നടന്ന, അതിൽ വിവേകാനന്ദൻ അഭിസംബോധന ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയുടെ കൾച്ചറൊക്കെ ജനങ്ങളിലേക്ക് വിളിച്ചോതുന്ന വിധത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് ചരിത്രങ്ങളിൽ. ഓക്കെ,
അപ്പൊ 1893-ലാണ് ഈ ഫസ്റ്റ് പാർലമെന്റ് ഓഫ് റിലീജിയൻ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത അദ്ദേഹം ഷിക്കാഗോയിലേക്ക് ഈ ഫസ്റ്റ് പാർലമെന്റ് ഓഫ് റിലീജിയനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി സ്വാമി വിവേകാനന്ദന്റെ കോർ ഫിലോസഫീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആ ഒരു എത്തിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കാം. എത്തിക്സ്. Morality in both individual life and social life is mostly based on fear of societal censure. അപ്പം സൊസൈറ്റൽ സെൻഷർ. അപ്പം സൊസൈറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സൊസൈറ്റിയെ ഒരു ഭയന്നിട്ടാണ് മൊറാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻഡിവിജ്വൽ ലൈഫിലും സോഷ്യൽ ലൈഫിലും ബേസ് ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ബട്ട് വിവേകാനന്ദ ഗീവ് എ ന്യൂ തിയറി ഓഫ് എത്തിക്സ്. വിവേകാനന്ദ ഇതിനു പകരം ഒരു പുതിയ തിയറി ഓഫ് എത്തിക്സ് കൊണ്ടുവരിക. ആൻഡ് ന്യൂ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. ഇപ്പൊ നമ്മൾ പറഞ്ഞു തൊട്ടു മുന്നേ വിവേകാനന്ദന്റെ കാഴ്ചപ്പാടെന്ന് ഉദ്ദേശിച്ച് അതാണ് സൊസൈറ്റിയിലെ മോസ്റ്റ് ആയിട്ടും കാണുന്ന ആ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത്. മൊറാലിറ്റി നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? സൊസൈറ്റൽ സെൻഷർ കൊണ്ടായിരിക്കും നമ്മൾ പൊതുവെ കാണുന്ന ആ ഒരു കോൺസെപ്റ്റിലാണ് കാണുന്നത്. പക്ഷെ വിവേകാനന്ദ ഒരു പുതിയ തിയറി കൊണ്ടുവരും എത്തിക്സിനകത്ത്. And a new principle of morality based on the intrinsic purity and oneness of the Atman. അപ്പം ഒരു മൊറാലിറ്റി എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരു പ്യൂരിറ്റിയുടെയും പിന്നെ അതുപോലെ തന്നെ വൺനെസ് ഓഫ് ആത്മന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ പ്രിൻസിപ്പിൾ അദ്ദേഹം കൊണ്ടുവരിക. എത്തിക്സ് അക്കോർഡിംഗ് ടു വിവേകാനന്ദ വാസ് നത്തിങ് ബട്ട് എ കോഡ് ഓഫ് കോണ്ടക്ട് ദാറ്റ് ഹെൽപ്സ് എ മാൻ ടു ബി എ ഗുഡ് സിറ്റിസൺ. അപ്പം ഇദ്ദേഹം വിവേകാനന്ദൻ എന്തുവാ കണ്ടേ? എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിട്ടാ കാണുന്നത്? വേറൊന്നുമല്ല, ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ആണ്. ഒരു മനുഷ്യനെ നല്ലൊരു സിറ്റിസൺ ആകാൻ ആ ഒരു നല്ലൊരു സിറ്റിസൺ ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ആയിട്ടാണ് അദ്ദേഹം ഈ എത്തിക്സിനെ കാണുന്നത്. വി ഷുഡ് ബി പ്യുവർ ബിക്കോസ് പ്യൂരിറ്റി ഈസ് അവർ റിയൽ നേച്ചർ. നമ്മുടെ ആ ഒരു റിയൽ നേച്ചർ ആണ് പ്യൂരിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ പ്യുവർ ആയിരിക്കണം. അവർ ട്രൂ ഡിവൈൻ സെൽഫ് ഓർ ആത്മ. സിമിലർലി വി ഷുഡ് ലവ് ആൻഡ് സെർവ് അവർ നെയ്ബേഴ്സ് because we are all one in supreme spirit known as പരമാത്മ ആൻഡ് ബ്രഹ്മൻ. അപ്പം എല്ലാവരും ഒരേ ഒരു സ്പിരിറ്റ്, അതായത് ആ ഒരു പരമാത്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ബ്രഹ്മൻ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റി. അപ്പം എല്ലാവരും ഒന്നാണ് ആ ഒരു സുപ്രീം സ്പിരിറ്റിന്റെ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, എന്നിലുള്ളത് തന്നെ ആയിരിക്കും മറ്റൊരാളിൽ. അപ്പൊ ആ ഒരു രീതിക്ക് നമ്മൾ എന്തെടുക്കണം? ബൈബിളിലൊക്കെ പറയില്ലേ, ആ ഒരു ടേം തന്നെയാണ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. വി ഷുഡ് ലവ് ആൻഡ് സെർവ് അവർ നെയ്ബേഴ്സ്. ഓക്കെ. റിലീജിയൻ. വൺ ഓഫ് ദ റിലീജിയനിലെ സ്വാമി വിവേകാനന്ദന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നോക്കാം. അദ്ദേഹം മോഡേൺ വേൾഡിൽ അദ്ദേഹം റിലീജിയനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ഓഫ് ട്രാൻസെൻഡന്റ് റിയാലിറ്റി. അപ്പം കോമൺ ടു ഓൾ ഹ്യൂമാനിറ്റി. അപ്പം ഇദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാ? ഒരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആയിട്ട് ഓഫ് ട്രാൻസെൻഡന്റ് റിയാലിറ്റി, കോമൺ ടു ഓൾ ഹ്യൂമാനിറ്റി. ഇത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു എല്ലാ ഹ്യൂമാനിറ്റിക്കും കോമൺ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആയിട്ടാണ്, ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റിയുടെ ഒരു യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത് ആ റിലീജിയൻ. ദിസ് യൂണിവേഴ്സൽ കൺസെപ്ഷൻ ഫ്രീസ് റിലീജിയൻ ഫ്രം ദ ഹോൾഡ് ഓഫ് സൂപ്പർസ്റ്റിഷൻസ്, ഡോഗ്മാറ്റിസം, പ്രീസ്റ്റ് ക്രാഫ്റ്റ് ആൻഡ് ഇൻടോളറൻസ്. അപ്പം ഇദ്ദേഹം എന്താ, ഈ ഒരു യൂണിവേഴ്സൽ കൺസെപ്ഷൻ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള, ഹ്യൂമാനിറ്റിക്ക് എല്ലാം കോമൺ ആയിട്ടുള്ള യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്ന ഈ ഒരു കോൺസെപ്ഷൻ കൊണ്ട് ഇദ്ദേഹം എന്താ, റിലീജിയനെ ഫ്രീ ചെയ്തേക്കുക. അതായത് റിലീജിയനെ ബാക്കിയുള്ള ഈ സൂപ്പർസ്റ്റിഷനിൽ നിന്നും അതുപോലെ ഡോഗ്മാറ്റിസത്തിൽ നിന്നും പ്രീസ്റ്റ് ക്രാഫ്റ്റിൽ നിന്നും ഇൻടോളറൻസിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്യുക. സൂപ്പർസ്റ്റിഷൻ ഒക്കെ നമുക്കറിയാം, ഓരോ അന്ധവിശ്വാസങ്ങൾ, ഈ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളിൽ നിന്നൊക്കെ റിലീജിയനെ മാറ്റി നിർത്തിയാണ് ഇദ്ദേഹം റിലീജിയനെ കണ്ടിരുന്നത്. ഓക്കെ. ഹി ബിലീവ്ഡ് ദാറ്റ് എവറി റിലീജിയൻ ഓഫേർഡ് എ പാത്ത് ടു ദ എറ്റേണൽ സുപ്രീം. അപ്പൊ എല്ലാ റിലീജിയനും, ഒരു സെക്യുലർ കാഴ്ചപ്പാട്, എല്ലാ റിലീജിയനും എന്തിലേക്കാ നയിക്കുന്നതെന്ന് ഇദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു എറ്റേണൽ സുപ്രീമിലേക്ക്, അത് അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ്. ഓക്കെ. സുപ്രീം ഫ്രീഡം, സുപ്രീം നോളജ്, സുപ്രീം ഹാപ്പിനെസ്, ആ ഒരു എറ്റേണൽ സുപ്രീമിലേക്കാണ് എല്ലാ റിലീജിയനും നയിക്കുന്നത്. ദിസ് ക്യാൻ ബി, ഇത് സെക്യുലറിസം എസ്സേസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് നല്ല കുറെ വാക്കുകൾ കേട്ടോ, ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന GS 1-നകത്തൊക്കെ.
This can be accomplished by realizing one's Atma as part of Paramatma. അപ്പം ഇതെങ്ങനെയാ അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഒരു ആത്മാവെന്ന് പറയുന്നത് ആ ഒരു പരമാത്മാവിന്റെ ഭാഗമാണ്, ആ സുപ്രീമിന്റെ ഭാഗമാണ് ഓരോ ആത്മാവും. ആ രീതിക്ക് ഇത് നമുക്ക് ഈ ഒരു പാത്വേ, ആ ഒരു പാത്തിലൂടെ നമുക്ക് ആ ഒരു എറ്റേണൽ സുപ്രീമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഇത് അക്കോംപ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ എന്താണ് വിവേകാനന്ദ കാഴ്ചപ്പാടെന്ന് നോക്കാം. സ്വാമി വിവേകാനന്ദ laid the greatest emphasis ഓൺ എഡ്യൂക്കേഷൻ ഫോർ ദ റീജനറേഷൻ ഓഫ് അവർ മദർലാൻഡ്. എപ്പോഴും അദ്ദേഹം ഒരു നാഷണലിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. അതായത് ലേറ്റ് ദ ഗ്രേറ്റസ്റ്റ് എംഫസിസ് ഓൺ എഡ്യൂക്കേഷൻ ഫോർ ദ, എന്തിനു വേണ്ടിയാണ് എഡ്യൂക്കേഷനിൽ എംഫസിസ് കൊടുത്തത്? ഫോർ ദ റീജനറേഷൻ ഓഫ് അവർ മദർലാൻഡ്. നമ്മുടെ മദർലാൻഡിനെ റീജനറേറ്റ് ചെയ്യുക, ആ ഒരു ഇതിലാണ്, ഒരു പുനരുജ്ജീവിപ്പിക്കുക, ആ ഒരു ആസ്പെക്റ്റിലാണ് അദ്ദേഹം കണ്ട മദർലാൻഡിനെ. അതിനാണ് അദ്ദേഹം എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തത്. അക്കോർഡിംഗ് ടു ഹിം എ നേഷൻ ഈസ് അഡ്വാൻസ്ഡ് ഇൻ പ്രപ്പോർഷൻ ആസ് എഡ്യൂക്കേഷൻ ഈസ് സ്പ്രെഡ് അമംഗ് മാസസ്. അപ്പൊ അദ്ദേഹം എങ്ങനെയാ ഒരു നേഷന്റെ അഡ്വാൻസ് ചെയ്തു എന്ന് കാണുന്നത്? അതിനെ അദ്ദേഹം എന്തുമായിട്ടാണ് തുലനം ചെയ്യുന്നത്? അത് എഡ്യൂക്കേഷൻ എല്ലാ മാസസിലേക്കും, അതായത് സമൂഹത്തെ എല്ലാ തട്ടിലേക്കും അല്ലെങ്കിൽ ആ ഒരു വലിയ മാസിലേക്ക് എല്ലായിടത്തും എത്തിച്ചേർന്നാൽ മാത്രമേ അദ്ദേഹം ആ നേഷൻ അഡ്വാൻസ്ഡ് ആയിരുന്നു അതുമായിട്ടാണ് അദ്ദേഹം താരതമ്യം ചെയ്യുന്നത്. He said that our process of education should be such that it helps the students to manifest their innate knowledge and power. അപ്പൊ അവരുടെ ആ ഒരു ആന്തരികമായുള്ള ഒരു ജ്ഞാനവും അറിവും പിന്നെ അതുപോലെ ആ ഒരു പവറും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ആ ഒരു പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് ഇദ്ദേഹം, അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷന്റെ പ്രോസസ്സായിട്ട് ഇദ്ദേഹം കണ്ടത്. അതിലൂടെ ആ ഒരു ഇന്നേറ്റ് നോളജിനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുക, പവറിനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുക അകത്തുള്ള, അതൊക്കെയാണ് അദ്ദേഹം നോളജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിട്ട്, ആ ഒരു പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് ഇദ്ദേഹം അതിനെയൊക്കെ സഹായിക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു അറിവ് നേടുന്നതിലൂടെ ഓക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ, അതായത് ആ ഒരു ആന്തരികമായിട്ടുള്ള ജ്ഞാനം, ഇന്നേറ്റ് നോളജ് പിന്നെ അതുപോലെ ഒരു പവർ ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. ഓക്കെ, പിന്നെ അതുകൂടാതെ തന്നെ ഈ അഡ്വക്കേറ്റഡ് എ മാൻ മേക്കിംഗ് ക്യാരക്ടർ ബിൽഡിംഗ് എഡ്യൂക്കേഷൻ. ഒരു ആളുടെ വ്യക്തിത്വം വികസനത്തിനൊക്കെ വേണ്ടിയുള്ള തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ മോഡലാണ് ഇദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തത്. ഓക്കെ, ഹി സെഡ് ദാറ്റ് എഡ്യൂക്കേഷൻ മസ്റ്റ് മേക്ക് ദ സ്റ്റുഡൻസ് സെൽഫ് റിലയൻറ്റ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആൻഡ് ഹെൽപ്പ് ദം ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്. ആ സെൽഫ് റിലയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒരു വിഷൻ ഉണ്ടല്ലോ, ആത്മനിർഭരത. ആ ഒരു കോൺസെപ്റ്റുമായിട്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷനിലൂടെ ആ ഒരു ആത്മനിർഭരത നമ്മൾ അച്ചീവ് ചെയ്യുക, അതൊക്കെ എസ് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ആൻഡ് ഹി വാസ് ഹൈലി ക്രിട്ടിക്കൽ ഓഫ് ദ സോ കോൾഡ് എഡ്യൂക്കേറ്റഡ് ഹു ഡു നോട്ട് കെയർ ഫോർ ദ പുവർ ആൻഡ് ഡൗൺ റോഡൻ. അവിടെ ഒരു കുറച്ചുകൂടെ ഫിലാന്ത്രോപ്പിക്കോ അതുപോലെ അതിനൊക്കെ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പുവർ ആയിട്ടുള്ള ആളുകളെ പിന്നെ അതുപോലെ ഡൗൺ റോഡൻ ആയിട്ടുള്ളവരെ ഒന്നും കാണാതെ പോകുമ്പോൾ അത് ഒരു കമ്പാഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാതെ എഡ്യൂക്കേഷൻ മാത്രം അക്വയർ ചെയ്തവരെ ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. He was in complete agreement with the methods and results of modern science. ഇദ്ദേഹം ആ ഒരു മോഡേൺ സയൻസ് മെത്തേഡ്സ് ഒക്കെ ആയിട്ട് എഗ്രിമെന്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. He did not discard reason in favor of faith. അപ്പം ഇദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു റാഷണാലിറ്റി, റീസൺ, നമുക്ക് ആ ഒരു യുക്തിയൊന്നും ഇദ്ദേഹം ഡിസ്കാർഡ് ചെയ്തിരുന്നില്ല. ഹി റെക്കഗ്നൈസ്ഡ് ഇൻറ്റ്യൂഷൻ ഓർ ഇൻസ്പിറേഷൻ ആസ് എ ഹയർ ഫാക്കൽറ്റി ദാൻ റീസൺ. അപ്പം ഇദ്ദേഹം കൂടുതലും കണ്ടിരുന്ന ഒരു കുറച്ചുകൂടി ഒരു സുപ്രീം ആയിട്ട് കണ്ടിരുന്ന ഇൻസ്പിറേഷനെ ഇൻറ്റ്യൂഷനെയൊക്കെ ഒരു സുപ്രീം ആയിട്ട് കണ്ടിരുന്നു ദാൻ റീസൺ. യുക്തിക്ക് അപ്പുറം കുറച്ചുകൂടി ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കുറച്ചുകൂടി ഒരു വില ഇദ്ദേഹം കൽപ്പിച്ചിരുന്നു. But the truth derived from intuition had to be explained and systematized by reason. അപ്പം പക്ഷേ ആ ഒരു ട്രൂത്ത്, ഇൻറ്റ്യൂഷനിൽ നിന്ന് അവർ കിട്ടുന്ന ആ ട്രൂത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യണം, അത് റീസൺ വഴി നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള ഒരു രീതിക്കാരനായിരുന്നു ഇദ്ദേഹം. പിന്നെ നമ്മൾ പറഞ്ഞു ഇദ്ദേഹം കൂടുതലൊരു നാഷണലിസം ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ദോ ഗ്രോത്ത് ഓഫ് നാഷണലിസം ഈസ് attributed to the Western influence, but Swami Vivekananda's nationalism is
ഡീപ്ലി റൂട്ടഡ് ഇൻ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ആൻഡ് മൊറാലിറ്റി. അപ്പം നമ്മൾ ഈ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു ഇദ്ദേഹം കുറച്ചുകൂടെ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ നാഷണലിസം ആണെങ്കിൽ പോലും റൂട്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയിലും പിന്നെ അതുപോലെ മൊറാലിറ്റി ഒക്കെ അടിസ്ഥാനമാക്കിയാണ്. ഹിസ് നാഷണലിസം ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമനിസം ആൻഡ് യൂണിവേഴ്സാലിസം, ദ ടു കർഡിനൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സ്പിരിച്വൽ കൾച്ചർ. അപ്പൊ അതുമായിട്ട് ഹ്യൂമനിസവും പിന്നെ അതുപോലെ ഹ്യൂമാനിറ്റിക്കൊക്കെ ഇദ്ദേഹം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു യൂണിവേഴ്സാലിസം അതൊക്കെ ഇദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്ന കാര്യം. അൺലൈക്ക് വെസ്റ്റേൺ നാഷണലിസം വിച്ച് ഈസ് സെക്യുലർ ഇൻ നേച്ചർ, സ്വാമി വിവേകാനന്ദാസ് നാഷണലിസം ഈസ് ബേസ്ഡ് ഓൺ റിലീജിയൻ വിച്ച് ഈസ് ലൈഫ് ബ്ലഡ് ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു നാഷണലിസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിലീജിയൻ ബേസിസിലാണ്. വെസ്റ്റേൺ നാഷണലിസം കുറച്ചുകൂടെ സെക്യുലർ ഇൻ നേച്ചർ, പക്ഷെ സ്വാമി വിവേകാനന്ദയുടെ നാഷണലിസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിലീജിയൻ ബേസിസിലാണ്, വിച്ച് ഈസ് ലൈഫ് ബ്ലഡ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ. ദ ബേസിസ് ഓഫ് നാഷണലിസം ആർ, അതിന്റെ നാഷണലിസത്തിന്റെ ഒരു ബേസിസ് നോക്കുവാണെങ്കിൽ ഡീപ് കൺസേൺ ഫോർ മാസസ്, freedom and equality through which one expresses self, spiritual integration of the world on the basis of universal brotherhood. പിന്നെ കൂടാതെ അതായത് ഇദ്ദേഹം കുറച്ചുകൂടെ മാസസിനോടൊക്കെ കുറെ ഡീപ് കൺസേൺ, അതായത് ആ ഒരു വലിയ ജനങ്ങളോടും ഒക്കെ കുറെ കൺസേൺ ഉണ്ടായിരുന്നു. ഫ്രീഡം, അവരുടെ ഫ്രീഡം, ഇക്വാളിറ്റി അതിലൂടെ ഒരാളെ എക്സ്പ്രസ് ചെയ്യുക, അവരുടെ ഉള്ളിനെ എക്സ്പ്രസ് ചെയ്യുക. പിന്നെ അതുപോലെ ഒരു സ്പിരിച്വൽ ഇന്റഗ്രേഷൻ ലോകവുമായിട്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ ഒക്കെ അദ്ദേഹം വെസ്റ്റേൺ വേൾഡിലേക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കർമ്മയോഗ എ സെറ്റ് ഓഫ് എത്തിക്സ് ടു അറ്റൈൻ ഫ്രീഡം ബോത്ത് പൊളിറ്റിക്കൽ ആൻഡ് സ്പിരിച്വൽ ത്രൂ സെൽഫ്ലെസ് സർവീസ്. ഈ കർമ്മയോഗ അതിലൊക്കെ അദ്ദേഹത്തിന്റെ നാഷണലിസം റൂട്ട് ചെയ്യുന്നത് കർമ്മയോഗ എന്ന സിസ്റ്റത്തിലൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു എത്തിക്കൽ സിസ്റ്റത്തിലാണ്. അതൊന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫ്രീഡം പൊളിറ്റിക്കൽ ആയിക്കോട്ടെ സ്പിരിച്വൽ ആയിക്കോട്ടെ, ആ ഫ്രീഡം ഒക്കെ അറ്റൈൻ ചെയ്യുന്നത് ഏത് വഴിയാണെന്ന് പറയുന്നത് സെൽഫ്ലെസ് സർവീസിലൂടെയാണ്. നമ്മളെ തന്നെ നോക്കാതെ നമ്മൾ സർവീസ് ചെയ്യുന്നതിലൂടെയാണ് ആ ഒരു സ്പിരിച്വലുമായിട്ടും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫ്രീഡം നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആ ഒരു പ്രിൻസിപ്പിളൊക്കെ. അതായത് ആ പ്രിൻസിപ്പിളിനാണ് ആ ഒരു കർമ്മയോഗ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിലൊക്കെ ഇദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സും സ്പീച്ചസും ഒക്കെ established motherland as the only deity to be worshipped in the mind and heart of countrymen. അപ്പം ആ ഒരു മൈൻഡിലും പിന്നെ അതുപോലെ തന്നെ ആ ഒരു മൈൻഡിലും ഹാർട്ടിലും ഒക്കെ എന്തുവാ ഒരു മദർലാൻഡിനെ വേണം അത് ഒരു ഒള്ളി ഡെയിറ്റി ആയിട്ട് നമ്മൾ വർഷിപ്പ് ചെയ്യേണ്ടത്. ആ ഒരു തരത്തിലുള്ള ഒരു നല്ലൊരു ഹൈലി ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു നമ്മുടെ സ്വാമി വിവേകാനന്ദയുടെ സ്പീച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ യൂത്തിൽ നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ലോകത്തിനെയൊക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ. അതുകൊണ്ട് ഹി വാണ്ടഡ് മസിൽസ് ഓഫ് അയൺ ആസ് വെൽ ആസ് നെർവ്സ് ഓഫ് സ്റ്റീൽ. അപ്പം Swamiji believed that if our youth is determined, there can be nothing impossible for them to achieve in the world. അപ്പം നമ്മുടെ യൂത്ത് വിചാരിക്കുകയാണെങ്കിൽ അവർക്കൊന്നും ഇമ്പോസിബിൾ അല്ല. ഹി ആർഷ്ഡ് യൂത്ത് ടു ഹാവ് ഡെഡിക്കേഷൻ ടു ദ കോസ് ടു അറ്റൈൻ സക്സസ്. അപ്പം അദ്ദേഹം എന്താ ആ ഒരു സക്സസ് അറ്റൈൻ ചെയ്യാൻ ആ ഒരു ഡെഡിക്കേഷൻ എന്നുള്ള വാല്യൂവിനൊക്കെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു. പെർസ്യൂയിങ് എ ചാലഞ്ച് വിത്ത് അറ്റ്മോസ്റ്റ് ഡെഡിക്കേഷൻ ഈസ് റിയലി ദ റോഡ് ടു സക്സസ് ഫോർ അവർ യൂത്ത്. അപ്പം എന്താ ആ ഒരു അറ്റ്മോസ്റ്റ് ഡെഡിക്കേഷൻ അതിൽ അദ്ദേഹം സക്സസ് കണ്ടെത്താനുള്ള മാർഗമായിട്ട് പറയുന്നത്. സ്വാമിജി കോൾഡ് അപ്പോൺ ഈ ഡെഡിക്കേഷനൊക്കെ സിവിൽ സർവൻസിന് വേണ്ട വാല്യൂസിൽ നമ്മൾ പറയുന്നതാണ്. GS 4-നകത്തൊക്കെ നമ്മൾ കാണാം. Swamiji called upon the youth to not only build up their mental energies but their physical ones also. മെന്റൽ എനർജിക്ക് മാത്രമല്ല അദ്ദേഹം ഫിസിക്കൽ വൺസിന് പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഹി വാണ്ടഡ് മസിൽസ് ഓഫ് അയൺ ആസ് വെൽ ആസ് നെർവ്സ് ഓഫ് സ്റ്റീൽ. അതായത് ഫിസിക്കലിനും മെന്റലിനും ഒക്കെ ആ ഒരു ഫിറ്റ്നസിനും ഹെൽത്തിനും ഒക്കെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ പറഞ്ഞത് ജനുവരി 12 നമ്മളിപ്പം ഈ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ ഇപ്പൊ ആചരിക്കുന്ന ജനുവരി 12 സെലിബ്രേറ്റ് ചെയ്യുന്നത് തന്നെ നാഷണൽ യൂത്ത് ഡേ ആയിട്ടാണ്. ആൻഡ് ദ വീക്ക് കമൻസിങ് ഫ്രം ദ ഡേ ഈസ് നോൺ ആസ് നാഷണൽ യൂത്ത് വീക്ക്. ആ ഒരു ആഴ്ചയെ വിളിക്കുന്നത് തന്നെ നാഷണൽ യൂത്ത് വീക്ക് എന്നാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒത്തിരിയധികം പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട്, ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട്. The youth festival aims to propagate the concept of national integration, spirit of communal harmony, brotherhood, courage, and adventure amongst the youth by exhibiting their cultural prowess in a common platform.
അപ്പം ഇദ്ദേഹം ഒരു 19-ാം നൂറ്റാണ്ടിൽ ബിലോങ് ചെയ്തിരുന്ന ഒരു ഫിലോസഫർ ആയിരുന്നു. യെറ്റ് ഹിസ് മെസ്സേജ് ആൻഡ് ഹിസ് ലൈഫ് ആർ മോർ റിലവൻറ്റ് ടുഡേ. ഇന്നിപ്പം അത് കുറച്ചുകൂടെ റിലവൻ്റ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നത്തെക്കാൾ. ആൻഡ് ഫ്യൂച്ചറിൽ കുറേം കൂടെ റിലവൻ്റ് ആവും. അപ്പൊ ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ അവരൊക്കെ ഫിസിക്കലി ഡെഡ് ആയെന്ന് പറയും. പക്ഷെ അവരുടെ ആശയങ്ങൾ ഇന്നും അതിന്റെ മൊമെന്റം ആ ഒരു ആക്കം കൂട്ടി മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു ആശയങ്ങളുടെ ഫുൾഫിൽമെന്റിലേക്ക് അത് ഫ്യൂച്ചറിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു യാത്രയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഒരു ആർട്ടിക്കിളും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യസ് ജേർണി സോ ഫാർ ഓൺ ദ AI മിലിറ്ററി ബാൻഡ് വാഗൺ എന്ന് പറയും. GS3-ക്കകത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൻസ് മുതലായ ഏരിയയിലാണ് GS3. GS3-ക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് കുറച്ചുകൂടെ വേണമെങ്കിൽ ടെക്നോളജിയും പിന്നെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ GS3-ക്കകത്താണ് ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്യാം, പിന്നെ ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്യാം. അതൊക്കെ GS3-ക്കകത്ത് വരുന്ന ടോപ്പിക്സ് ആണ്. ഇവിടെ GS2 എന്നാണ്, പക്ഷെ അതൊരു രാജ്യ പെർസ്പെക്റ്റീവ് ആണ് കിട്ടുന്നേ ഉള്ളൂ. പക്ഷെ GS3-ലാണ് അത് മെയിൻ ആയിട്ട്, അതായത് ഡിഫൻസ് പിന്നെ അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. അതും ഒരു നേഷനുമായിട്ടുള്ള ഒരു റിലേഷൻ തരത്തിലാണ് ഇത് പോകുന്നത്. GS3 India is making India is making strides in incorporating artificial intelligence into its military, following global trends in modernizing defense system. അപ്പോൾ AI ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് മിലിറ്ററിയിലേക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ പ്രോഗ്രസും ചാലഞ്ചസും ഒക്കെ നമ്മൾ നോക്കാം. അതിന്റെ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ്. ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് കൂടുതലും ഇപ്പൊ മോഡേണൈസേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇൻക്ലൂഡിങ് AI ഇന്റഗ്രേഷൻ. AI ഇങ്ങോട്ട് മിലിറ്ററിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്, അതിന്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെ. Products like the Indrajal drone security system have been developed. അങ്ങനെ ഒരു സിസ്റ്റം കൂടെ ഇന്ദ്രജാൽ ഡ്രോൺ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. Global companies like Microsoft have invested heavily in India's AI ecosystem, such as building data centers. അപ്പം മൈക്രോസോഫ്റ്റ് മുതലായ ഗ്ലോബൽ കമ്പനീസ് ഒക്കെ എന്താ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട് ഇന്ത്യസ് AI എക്കോസിസ്റ്റത്തിൽ. ഓക്കെ, എയും GS3-ക്കകത്ത് വരുന്നത്. ഓക്കെ, AI can revolutionize military operations with predictive analytics and autonomous decision making. ആ കാര്യങ്ങളിലൊക്കെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുന്നതിലും പ്രഡിക്റ്റീവ് അനാലിറ്റിക്സിലും ഒക്കെ AI നമുക്ക് മിലിറ്ററി ഓപ്പറേഷൻസ് അത് റെവല്യൂഷനൈസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇന്ത്യ ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോമിംഗ് ഓർഗനൈസേഷൻസ് ലൈക്ക് ഒരു ഓർഗനൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിഫൻസ് AI പ്രോജക്ട് ഏജൻസി, ഡേപ്പ എന്ന് പറയും, ടു ലീഡ് എഫേർട്സ് ഡിഫൻസ് AI പ്രോജക്ട് ഏജൻസി. അപ്പൊ അങ്ങനെയുള്ള ഏജൻസീസ് ഒക്കെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ്സും ഓർഗനൈസേഷൻസും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ചാലഞ്ചസ് എന്തൊക്കെയാണ് നോക്കാം. ലാക്ക് ഓഫ് ഡാറ്റ ആൻഡ് ഫണ്ടിങ്. ഇന്ത്യ നമുക്കറിയാം ചില കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ സ്ട്രഗിൾസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇൻസഫിഷ്യൻറ്റ് ഡാറ്റ ആയിരിക്കും. എന്തിനു വേണ്ടി? ടു ട്രെയിൻ AI സിസ്റ്റംസ്. AI സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യാൻ ചിലപ്പോൾ വേണ്ടത്ര ഡാറ്റ കാണത്തില്ല. ആൻഡ് ദ ഹൈ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഡാറ്റ സെന്റേഴ്സ്. അത് ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഡാറ്റ സെന്റേഴ്സ് വേണ്ടി വരും, അതിന് കുറച്ചധികം കോസ്റ്റ് ആവശ്യം വരും. പിന്നെ കൂടാതെ ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ അപ്ഗ്രേഡിംഗ് ഔട്ട്ഡേറ്റഡ് എക്വിപ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ന്യൂ AI ടെക്നോളജീസ്. അപ്പം റിസോഴ്സും കുറേയധികം ലിമിറ്റഡ് ആയിട്ട് വരാറുണ്ട്, എക്വിപ്മെന്റ് ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഫ്രാഗ്മെന്റഡ് പോളിസീസ്. എക്സിസ്റ്റിംഗ് AI സ്ട്രാറ്റജീസ് ലാക്ക് ക്ലിയർ ഗൈഡ് ലൈൻസ് ഫോർ മിലിറ്ററി സ്പെസിഫിക് ഡിപ്ലോയ്മെന്റ്. അപ്പം സ്പെസിഫിക് ആയിട്ടുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് കാണത്തില്ല മിലിറ്ററി സ്പെസിഫിക് ഡിപ്ലോയ്മെന്റിനൊന്നും. പിന്നെ കൂടാതെ ബോഡീസ് ലൈക്ക് DAIC, അതായത് ഡിഫൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൗൺസിൽ, ഹാവ് നോട്ട് പ്രൊവൈഡഡ് റീസെന്റ് അപ്ഡേറ്റ്സ് ഓൺ പ്രോഗ്രസ്. അപ്പം പുതിയ പ്രോഗ്രസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഇങ്ങനെയുള്ള ബോഡീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ കൂടാതെ ഓപ്പറബിലിറ്റി ഇഷ്യൂസ്, അതായത് ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, അങ്ങനെ ഒരു 3 വിങ് ആണല്ലോ നമുക്ക് ഡിഫൻസിനുള്ളത്. അപ്പം അവരൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് സിസ്റ്റംസ് വെച്ചിട്ട്. അപ്പം മേക്കിംഗ് ജോയിന്റ് ഓപ്പറേഷൻസ്, ഒരുമിച്ചുള്ള ഏകോപിച്ചുള്ള ഓപ്പറേഷൻസ് കുറച്ചൊന്ന് ചലഞ്ചിങ് ആണ്. പിന്നെ കൂടാതെ മോഡേണൈസേഷൻ റിക്വേഴ്സ് ബെറ്റർ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസസ്. അപ്പം മോഡേണൈസേഷൻ കുറച്ചുകൂടെ കോർഡിനേഷന് പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസസ് ഒക്കെ ആവശ്യമാണ്.
പിന്നെ കൂടാതെ ഡിപ്പെൻഡൻസി ഓൺ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്. അപ്പം ഓവർ റിലയൻസ് ഓൺ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് ഹാമ്പേഴ്സ് ഇന്നോവേഷൻ. അപ്പൊ ഇന്നോവേഷൻസ് ഒക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ പ്രൈവറ്റ് കമ്പനീസിന്റെ പാർട്ടിസിപ്പേഷൻസും പാർട്ണർഷിപ്സും പിന്നെ അതുപോലെ സ്റ്റാർട്ടപ്സിനെയൊക്കെ നമുക്ക് ആവശ്യമാണ്. ഓവർ റിലയൻസ് PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ കൊടുക്കുന്നത് കുറച്ചുകൂടെ ഇന്നോവേഷൻസ് ഹാമ്പർ ചെയ്യുമെന്നാണ്. പിന്നെ ഇന്റർനാഷണൽ കോണ്ടെക്സ്റ്റിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ചൈന, ഇസ്രായേൽ മുതലായ രാജ്യങ്ങളാണ് AI ഡെവലപ്മെന്റ് മിലിറ്ററിയിൽ ഒക്കെ യൂസ് ചെയ്യുന്നെത്തി, AI ഡെവലപ്മെന്റ് യൂസ് ചെയ്യുന്നെത്തി മുന്നിട്ട് നിൽക്കുന്നത്. While India recognizes the critical role of AI, some government leaders have expressed caution comparing AI's danger to nuclear weapons. അപ്പം ന്യൂക്ലിയർ വെപ്പൺസിലൊക്കെ ഉള്ള ആ ഒരു ഡേഞ്ചർ അതൊക്കെ ചില ലീഡേഴ്സ് പറയാറുണ്ട്. ഇന്ത്യ അതിന്റെ ക്രിട്ടിക്കൽ റോൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡേഞ്ചർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു മടിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ അപ്രോച്ചിൽ കാണാറുണ്ട്. റെക്കമെൻഡേഷൻസ് ആയിട്ട് പറയുന്നത് ഡെവലപ്പ് റോബസ്റ്റ് ഫ്രെയിംവർക്സ് ഫോർ AI ഡിപ്ലോയ്മെന്റ് ആൻഡ് റെഗുലേഷൻ. കുറച്ചുകൂടെ നല്ല ഫ്രെയിംവർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. പിന്നെ അതുപോലെ പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് ഒക്കെ ഇന്നോവേഷന്റെ കാര്യത്തിൽ കൊണ്ടുവരിക. പിന്നെ കുറെ ഈ ഒരു കൊളാബറേഷൻ ഒരു ഇന്റർ ഓപ്പറബിലിറ്റി എല്ലാ ഫോഴ്സും തമ്മിൽ ആർമി, നേവി, എയർഫോഴ്സ് ആ ഒരു കോർഡിനേഷനും കൊളാബറേഷനും ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. പിന്നെ കൂടാതെ ഇന്നോവേഷൻസ് നമ്മുടെ എത്തിക്കൽ കൺസിഡറേഷൻസുമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഒരു റെസ്പോൺസിബിൾ യൂസ് ഓഫ് AI അത് എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കൺക്ലൂഷൻ നോക്കുവാണെങ്കിൽ ഇന്ത്യ ഇസ് ഓൺ ദ റൈറ്റ് ട്രാക്ക് വിത്ത് AI ഇൻ ഡിഫൻസ്. ഒരു കൃത്യമായ മുന്നേറ്റത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അഡ്രസ്സിംഗ് പോളിസി ഗ്യാപ്സ്, ഫണ്ടിങ് ഇഷ്യൂസ് ആൻഡ് ഇന്റർ സർവീസ് കോർഡിനേഷൻ ഈസ് എസെൻഷ്യൽ. ഇത് എസെൻഷ്യൽ ആണ്. ഫണ്ടിങ് ഇഷ്യൂസ് അഡ്രസ് ചെയ്യുക, പോളിസി ഗ്യാപ്പ് അഡ്രസ് ചെയ്യുക, പിന്നെ അതുപോലെ ഇന്റർ സർവീസ് കോർഡിനേഷനും കൊണ്ടുവരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് എ കോഹീസീവ് strategy and greater collaboration, India can fully realize the potential of AI to strengthen its military and keep up with global advancements. ഈ ഒരു മെയിൻസ് ക്വസ്റ്റ്യനും കൂടെ നമ്മൾ നോക്കും. സ്വാമി വിവേകാനന്ദ emphasized the role of youth in nation building and highlighted the importance of selfless service, character, and spirituality as foundations for leadership. In the contemporary context, how can these values be applied by civil servants to address the ethical challenges of governance and public service? Illustrate with suitable examples. ഇത് GS4-നകത്ത് വരുന്ന എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഫസ്റ്റ് ആർട്ടിക്കിൾ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം മെയിൻസിൽ. അപ്പം എല്ലാവരും ഒന്ന് ഇത് എഴുതി ട്രൈ ഔട്ട് ചെയ്യുക. സോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മെയിൻ ആർട്ടിക്കിൾസ്. സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത ദിവസം വരെ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.